ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇലക്ട്രിക് സീറ്റിലൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഇലക്ട്രിക് സീറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മെമ്മറി ഫംഗ്ഷൻ, അതായത് ഈ കാണുന്ന ഒരു മെമ്മറി ഫംഗ്ഷൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് എത്ര പേർക്കറിയാം? വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചിട്ട്, ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഒരു ഇന്നോവ ഹൈക്രോസിലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലെ സീറ്റ് എന്ന് പറയുമ്പോൾ 8 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നേരെ ബാക്കിലോട്ട്, നേരെ ഫ്രണ്ടിലോട്ട്, ഇനി തൈ സപ്പോർട്ട് കൂട്ടാനും തൈ സപ്പോർട്ട് കുറയ്ക്കാനും, നേരെ സീറ്റ് താഴോട്ട് പോകാനും, എൻ്റെ ചാര് റിക്ലൈൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട ഒരു പൊസിഷൻ, അത് ഇഗ്നിഷൻ ഓൺ ആയിരിക്കണം. വാഹനം ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓൺ ആക്കി ഇടുക. അതിനുശേഷം എനിക്ക് വേണ്ട ഒരു പൊസിഷൻ ഏതാണോ, ഇപ്പോൾ എനിക്ക് കുറേ കൂടെ മേളിലോട്ട്, അതായത് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുന്ന ഒരു പൊസിഷനാണ് വേണ്ടത്. അതായത് ഏകദേശം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. എൻ്റെ മുട്ടി നിൽക്കുന്ന രീതിക്കാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കും. ഈ സെറ്റിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം 1 പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു സീറ്റ് ഇത്രയും മുട്ടിയാണ് നിൽക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഒരാൾ, ഇപ്പം വേറൊരു വ്യക്തി കയറുക എന്ന് വെച്ചോളൂ. അദ്ദേഹത്തിന് വേണ്ടത് ഇതിപ്പം ഏറ്റവും താഴോട്ട്, ഏറ്റവും ബാക്ക് ചാരിപ്പം ഇത്രയും പൊങ്ങി വന്ന് നിൽക്കണമെന്നുള്ള രീതിയിൽ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് സെറ്റ് ചെയ്തിട്ടും സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ടും സെറ്റാണ്. ഇനി ഈ വാഹനം ഓഫ് ചെയ്ത് നമ്മൾ സാധാരണ ഇറങ്ങുന്ന പോലെ ഇറങ്ങുമ്പോൾ ഇത് നേരെ ഈ സീറ്റ് ബാക്കിലോട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒതുങ്ങി തരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ വാഹനത്തിലോട്ട് പിന്നെ കയറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൻ്റെ മെമ്മറി യൂസ് ചെയ്ത്, ഇത് സെക്കൻഡ് മെമ്മറിയിലാണ് വന്നത്. ലാസ്റ്റ് യൂസ് ചെയ്ത മെമ്മറി ഏതാണോ അതിലാണ് വരുന്നത്. ഇനി ഞാൻ ആ ഫസ്റ്റ് വ്യക്തിയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ഫസ്റ്റിലൊന്ന് പ്രസ് ചെയ്യുന്നു. എനിക്ക് വേണ്ട, അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ ഈ മുട്ട് വന്നിടിക്കുന്ന ഈ ഒരു രീതിക്ക് ഹൈറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഇലക്ട്രിക് സീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് മെമ്മറി ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഒരു രീതിക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനാണ് ഇവിടെ 1ഉം 2ഉം, അതായത് 2 പേർക്കുള്ള നമുക്കിവിടെ സെറ്റ് ചെയ്തിടാൻ സാധിക്കും. മൂന്നാമത് കയറുന്ന ഒരു വ്യക്തി, അതായത് സ്ഥിരം വരുന്ന ആൾക്കാർ, ഇപ്പം ഞാനും എൻ്റെ ഫാദറുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 1ഉം ഫാദറിൻ്റെ 2ഉം വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് മാറി കയറിയാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ആ ഒരു പൊസിഷനിലോട്ട് വരുന്നതായിരിക്കും.